പ്രകരണങ്ങളെക്കുറിച്ചിട്ട് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് കാണിക്കുന്നതിനായിട്ട് പറയുന്ന ശബ്ദത്തിന് ചെയ്യുന്ന രൂപഭേദമാണ് വചനം. സംസ്കൃതത്തിൽ ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്നീ 3 വചനങ്ങളാണുള്ളത്. ദ്രാവിഡങ്ങളിലാകട്ടെ ഏകവചനം, ബഹുവചനം എന്ന് 2 വചനങ്ങളേ ഉള്ളൂ. ഒന്നിൽ കൂടുതലുള്ളതെല്ലാം ബഹുവചനങ്ങളിലാണ് പെടുക. ഇപ്പോൾ ഏകവചനം നമുക്കറിയാമല്ലോ അല്ലേ. ഒരു ഏകം ആ സ്വരൂപം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രത്യയങ്ങൾ പ്രത്യേകിച്ചൊന്നും തന്നെ ഏകവചനത്തിൽ ഉണ്ടാവാറില്ല. അതായത് ലിംഗപ്രത്യയമുള്ളിടത്ത് ആ പ്രത്യയം ചേർന്ന ശബ്ദവും അതില്ലാത്തിടത്ത് സ്വാഭാവികമായിട്ടുള്ള ശബ്ദരൂപവും ഏകവചനത്തെക്കുറിച്ച് പറയുന്നു. ഉദാഹരണം വിജയൻ ഒറ്റയാണ് അല്ലേ ഏകവചനം. മരം, മരങ്ങളില്ല, മരം. ബഹുവചനമാണെങ്കിലോ അത് ഒന്നിൽ കൂടുതൽ ഉണ്ടാവും, മരങ്ങൾ. ഇനി ഒന്നിൽ കൂടുതൽ വസ്തുക്കളെ ഒന്നുകൂടെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബഹുവചനം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ബഹുവചനത്തിലാണ് പല ഉപവിഭാഗങ്ങൾ വരുന്നത്. അത് പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട്. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. സാധാരണ ഈ ഭാഗത്തുനിന്ന് ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഒരു ശബ്ദത്തിൽ തന്നെ ഈ ബഹുവചനങ്ങൾ ഒന്നിലധികം ചേർന്നിട്ടൊക്കെ വരാം. അപ്പോൾ സലിംഗ ബഹുവചനം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. പിന്നെ സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ കുറിച്ചിട്ട് സൂചിപ്പിക്കാനാണ് ഈ സലിംഗ ബഹുവചനം ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പം സ്ത്രീ രൂപങ്ങളിൽ സാമാന്യമായിട്ട് നമ്മൾ മാർ എന്നാണ് സലിംഗ ബഹുവചന പ്രത്യയം. അത് ഓർത്താൽ മതി. ഇപ്പം അമ്മമാർ എന്നൊക്കെ പറയൂല്ലേ, ഭാര്യമാർ. നപുംസകങ്ങളിലാവുമ്പോൾ കള്ളാണ് ചേർക്കുക. ഇപ്പോൾ വളകൾ, മാലകൾ. ഇപ്പോൾ സലിംഗ ബഹുവചനത്തിലെ സ്ത്രീ രൂപങ്ങളിലും കൾ വചന പ്രത്യയമായി ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് കവികൾ, വനിതകൾ. പൊതുവെ പറഞ്ഞാൽ കൾ പ്രത്യയം ബഹുവചന രൂപം സൃഷ്ടിക്കാനായി എല്ലാ ലിംഗരൂപങ്ങളോടും ചേർത്ത് കാണാറുണ്ട്. ചിലർ മലമകൾ, മലകൾ. ഇപ്പോൾ കവികൾ, സ്ത്രീകൾ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ മറ്റ് വസ്തുക്കളിലും കൾ ചേർത്ത് പ്രയോഗിച്ച് കാണാറുണ്ട്. അപ്പോൾ സലിംഗ ബഹുവചനത്തെക്കുറിച്ച് ഏകദേശം ഈ ധാരണ മതി. വളകൾ, അത് സലിംഗ ബഹുവചനം. ചിലപ്പോൾ ചോയ്സ് ഇട്ടിട്ടായിരിക്കും ഉത്തരങ്ങൾ വരിക. അലിംഗ ബഹുവചനം, പുരുഷന്മാരും സ്ത്രീകളും ചേർന്നുണ്ടാക്കുന്ന ബഹുവചനങ്ങളെ കുറിക്കുന്നതാണ് അലിംഗ ബഹുവചനം. ഒരു പ്രത്യേക ലിംഗം എന്ന വ്യത്യാസമൊന്നും ഇതിനകത്തില്ല. പണിക്കാർ, വേലിക്കാർ, വേലക്കാർ. പണിക്കാർ, ജോലിക്കാർ എന്നൊക്കെ പറയുന്ന പോലെ. അതേസമയം ഇപ്പോൾ പണിക്കാരൻ, അതും പണിക്കാരൻ ഏകവചനമാണ് അല്ലേ. പണിക്കാർ ബഹുവചനം, പണിക്കാരി, പണിക്കാർ. അപ്പോൾ കൾ ചേർത്തും അലിംഗ ബഹുവചനം വരാം. അതിൽ അവിടെയാണ് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരിക. ഇപ്പോൾ കുട്ടികൾ, മലകൾ. നേരത്തെ ഞാൻ പറഞ്ഞു, ഉദാഹരണം പറഞ്ഞു, കൾ ചേർത്തിട്ടും നമുക്ക് അലിംഗ ബഹുവചനം സൃഷ്ടിക്കുക. ഇപ്പോൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്കവിടെ ആൺകുട്ടിയും വരാം, പെൺകുട്ടിയും വരാമല്ലോ. അതുകൊണ്ടാണ് അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. ഇനി പൂജക ബഹുവചനം. പൂജക ബഹുവചനത്തിൽ നിന്നാണ് സാധാരണ ചോദ്യങ്ങൾ വരുന്നത്. ഒരു വ്യക്തിയോട് ആദരവ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ അടികൾ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ മാരാർ, ഭട്ടർ. ഇപ്പോൾ എന്താ പറയുക, സ്വാമികൾ എന്നൊക്കെ പറഞ്ഞൊരു പൂജകാനന്ദ സ്വാമികൾ. അങ്ങനെ ഒരു ബഹുമാനത്തിൽ അങ്ങനെ പറയും. സർവനാമങ്ങളോട് ബഹുവചന പ്രത്യയമായിട്ടുള്ള ആ ആണ് നപുംസകലിംഗത്തിൽ സാധാരണ ഉപയോഗിക്കാറുള്ളത്. അതായത് ചില, പല എന്നിവയുടെ അവസാനം ചേർക്കുന്ന ആ ഒരു ബഹുവചന പ്രത്യയമാണ്. വചനപ്രത്യയങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന വിശേഷ പ്രക്രിയകളുണ്ട്. അർ, കൾ എന്നീ 2 ബഹുവചന പ്രത്യയങ്ങൾ ചേരുമ്പോഴാണ് അതിലെ രേഫം അത് ലോപിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ ദേവർകൾ, അപ്പോൾ ദേവകളാവും. ബഹുവചനത്തിൻ്റെ രൂപത്തിലും എന്നാൽ ഏകവചനാർത്ഥമായിട്ടും പ്രയോഗിക്കുന്ന ശബ്ദങ്ങളിൽ ബഹുത്വം വിവക്ഷിക്കാൻ ഈ മാർ പ്രത്യയം അവരുപയോഗിക്കും. ഇപ്പോൾ പെങ്ങൾ എന്ന് പറയുന്നിടത്ത് പെങ്ങന്മാർ അങ്ങനെയൊക്കെ ഉപയോഗിക്കും. കൾ പ്രത്യയത്തിന് മുമ്പും വർണ്ണം ഓഷ്ട്യസ്വരമായാൽ, അതായത് അതിലെ കൾ എന്നതിലെ കകാരം ഇരട്ടിക്കും. പൂക്കൾ, ഗോക്കൾ. അതായത് അത് കഴിഞ്ഞിട്ടുള്ള, അത് ഒരു
കാരിക കേരളവാണിയുടെ കാരികയിൽ അത് പറഞ്ഞിട്ടുണ്ട്. കൾ പ്രത്യയത്തിന് മുമ്പുള്ള വർണ്ണം മൂഷ്ടിസ്വരമായാൽ ഇതിലെ കകാരം ഇരട്ടിക്കും. പിന്നെ സംഖ്യാവാചകമായിട്ടുള്ള വിശേഷണ പദം ഉള്ളിടത്ത് നപുംസകലിംഗ ശബ്ദങ്ങളിൽ ബഹുത്വത്തെ കുറിക്കാൻ ബഹുവചന പ്രത്യയം ചേർക്കേണ്ടതില്ല. അതായത് ഇപ്പോൾ 10 രൂപ, 1000 തേങ്ങ അങ്ങനെയൊക്കെ പറയുമ്പോൾ നപുംസകത്തിൽ തന്നെ വിശേഷബുദ്ധിയില്ലാത്ത മൃഗങ്ങളെയും മറ്റും കുറിക്കുന്ന ശബ്ദങ്ങൾക്കും ജീവനില്ലാത്ത ഇപ്പോൾ കല്ല്, മുട്ടി, കഷ്ണം, മരക്കട്ടി അങ്ങനെയൊക്കെ മുതലായതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങൾക്ക് പ്രത്യയം ചേർക്കേണ്ട ആവശ്യമില്ല. അത് ചേർക്കുമ്പോൾ തന്നെ അതിൽ വ്യത്യാസം വരുന്നുണ്ട്. ജീവികളാണെങ്കിൽ ഇപ്പോൾ 10 പശുക്കൾ എന്ന പ്രത്യയം ചേരാതെയും പ്രയോഗമുണ്ടല്ലോ. എന്നാൽ 10 പല്ലുകൾ, 100 നൂലുകൾ എന്നുള്ളത് ഭാഷയ്ക്ക് യോജിച്ചതല്ല. അപ്പോൾ അതുപോലെ ഒരു വിശേഷബുദ്ധിയില്ലാത്ത മറ്റ് ശബ്ദങ്ങൾ അത് പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കിട്ടും ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്, സംഖ്യ ചേർത്ത് പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു വചനരൂപങ്ങളുടെ വചനപ്രകരണം എന്നാണെന്ന് അറിയപ്പെടുക. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ പൂജക ബഹുവചനമാണ്. അത് ഉദാഹരണം തരും. അപ്പോൾ ഒന്നില്ലെങ്കിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ പണിക്കാറുണ്ടാവും ചോയ്സിൽ, അല്ലെങ്കിൽ കവികളുണ്ടാവും, ചിലപ്പോൾ സ്വാമികളുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അത്ര വലിയ പ്രയാസമുള്ള കാര്യമല്ല. പറഞ്ഞു വരുമ്പോൾ ഇത്തിരി പ്രയാസം തോന്നിയാൽ സത്യത്തിൽ അത് അത്ര വലിയ പ്രയാസമുള്ള കാര്യമല്ല.